ഒരു ബാങ്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് മനസ്സിലാക്കിയാലോ. നമ്മളെ പോലത്തെ ആൾക്കാർ ബാങ്കിൽ വേണ്ടി 100 രൂപ ഇടുമ്പോൾ നമ്മൾ ശരിക്കും ബാങ്കിന് കടം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബാങ്ക് എന്ത് ചെയ്യുന്നു, ആ 100 രൂപ എടുത്തിട്ട് വേറെ ആൾക്കാർ കടം കൊടുക്കുന്നു. നമ്മൾ ഈ കടം കൊടുക്കുന്നത് സേവിങ്സ് അക്കൗണ്ടിന്റെയും FD-യുടെയും RD-യുടെയും ഒക്കെ രൂപത്തിലാണെങ്കിൽ ബാങ്ക് ബാക്കിയുള്ളവർ കടം കൊടുക്കുന്നത് കാർ ലോൺ, ഹോം ലോൺ, പേഴ്സണൽ ലോൺ നല്ല രീതിയിലാണ്. ഇതിന് ബാങ്കിന് എന്തായിരിക്കും ലാഭം? നമ്മൾ ബാങ്കിൽ ലോൺ എടുക്കുമ്പോൾ നമുക്ക് അതിൽ ഓൾമോസ്റ്റ് 6 to 7% ഒക്കെ ഇൻട്രസ്റ്റ് കിട്ടും. എന്നാൽ ബാങ്ക് ബാക്കിയുള്ളവർക്ക് ലോൺ എടുക്കുമ്പോൾ അവർക്ക് 10% 11% ഒക്കെ ഇൻട്രസ്റ്റ് കിട്ടും. നമുക്ക് ഇതിലുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് വെറുതെ പൈസ വെക്കുന്നതിനേക്കാളും സേവിങ്സ് അക്കൗണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 2-3% ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടും. കുറച്ചും കൂടി നാളെ നിങ്ങൾക്ക് ആ പൈസ ആവശ്യമില്ലെങ്കിൽ FD-യിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 6 to 7% ഇൻട്രസ്റ്റ് കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ സാലറിയിലെ ഒരു ഭാഗം നിങ്ങൾക്ക് എല്ലാ മാസവും ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഒരു RD തുടങ്ങിയാൽ ഓൾമോസ്റ്റ് 6 to 7% ഇൻട്രസ്റ്റ് കിട്ടിക്കൊണ്ടിരിക്കും. ഈ മനസ്സിലാക്കേണ്ട കാര്യം ഇത് ഗംഭീര ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒന്നും അല്ല. കാരണം ഇന്ത്യൻ ഇൻഫ്ലേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ 5 to 6% എല്ലാ വർഷവും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് 6% ഇൻട്രസ്റ്റ് കിട്ടിയാലും നിങ്ങളുടെ ആക്ച്വൽ റിയൽ ഇൻട്രസ്റ്റ് 6 - 5 1% മാത്രമേ ഉള്ളൂ. FD-യിലൊക്കെ നിങ്ങൾ പൈസ ഇടുന്നുണ്ടെങ്കിൽ 1% ഒക്കെ നിങ്ങൾ എല്ലാ വർഷവും കൂടുതൽ കിട്ടുന്നുണ്ടെന്ന് എക്സ്പെക്ട് ചെയ്താൽ മതി. ടാക്സും കൂടി നിങ്ങൾ ഇതിൽ പേ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് FD-യിൽ ഇട്ടുകൊണ്ട് മാത്രം നിങ്ങളുടെ വെൽത്ത് ആക്ച്വലി ഗ്രോ ചെയ്യാൻ പറ്റില്ല. നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ഇവിടെ കൊടുത്തെങ്കിലും ബാക്കിയുള്ള ആൾക്കാർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് വെച്ചാൽ അവർക്ക് പൈസ ഇല്ലെങ്കിൽ കാർ വാങ്ങാനായിക്കോട്ടെ, വീട് പണിയാനായിക്കോട്ടെ, ബിസിനസ് ചെയ്യാനായിക്കോട്ടെ, അതിനൊക്കെ ബാങ്ക് പൈസ കൊടുക്കും. പക്ഷേ അതേസമയം ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കേണ്ടി വരും. ഈ ഒരു ബാങ്കിങ് സർവീസ് ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കൺട്രിക്ക് ആക്ച്വലി ഗ്രോ ചെയ്യാൻ പറ്റുന്നത്. കാരണം പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ കറന്റ് ഇല്ലാത്തവരുടെ അടുത്ത് പൈസ എത്തിക്കുന്ന ഒരു സിസ്റ്റമാണ് ബാങ്കിങ്. ഒരു എക്കണോമിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. ബാങ്കിങ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.